الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. إن الله لا يخفى عليه شيء في الأرض ولا في السماء هو الذي يصوركم في الأرحام كيف يشاء لا إله إلا هو العزيز الحكيم. ألف لام ميم. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അവനല്ലാതെ വേറൊരു ഇലാഹും ഇല്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്. നസ്സല, അവൻ ഇറക്കി, അലൈക, നിന്റെ മേൽ അല്ലെങ്കിൽ നിനക്ക്, അൽ കിതാബ്, അൽ കിതാബ് ബിൽ ഹഖ്, സത്യം എന്ന് പറയുന്നതിനേക്കാൾ ഹഖ്, സിദ്ഖ് എന്നാണ് സത്യത്തിന് പറയാൻ, കദിബ് എന്ന് കളവിന്. സിദ്ഖിന്റെ വിപരീതമാണ് കദിബ്, സത്യത്തിന്റെ വിപരീതമാണ് കളവ്. എന്നാൽ ഹക്കിന്റെ വിപരീതം ബാത്തിൽ എന്നാണ്. അപ്പോൾ ഹക്കിന് വേറൊരു അർത്ഥാണെന്ന് മനസ്സിലായില്ലേ? ബാത്തിലിന്റെ എതിരാണ് ഹക്ക്, കദിബിന്റെ എതിരാണ് സത്യം സിദ്ഖ്, ബാത്തിലിന്റെ എതിരാണ് ഹക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു മനസ്സിലാവലുണ്ടല്ലോ, അതുകൊണ്ടാണ്. മുസദ്ദിഖൻ, മുസദ്ദിഖൻ സത്യപ്പെടുത്തി, ശരിവെച്ചു, സത്യപ്പെടുത്തി ശരിവെച്ചു, ശരിവെക്കുന്ന, മുസദ്ദിഖൻ ശരിവെക്കുന്ന, സത്യപ്പെടുത്തുന്ന. ഇത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ എന്ന് പറഞ്ഞാൽ അൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ട്. അൽ ബഖറയുടെ 41, 91, 97 ആയത്തുകളിലൊക്കെ മുസദ്ദിഖൻ എന്ന് വന്നിട്ടുണ്ട്. ലിമാ ബൈന യദൈഹി, അതിന് മുമ്പുള്ളതിനെ, മുമ്പ്, ബിഫോർ, മുമ്പ്. വാക്കർത്ഥം പറയുകയാണെങ്കിൽ ബൈന യദൈഹി എന്നാണ്. യദുന്ന കൈ, യദൈഹി രണ്ട് കൈകൾ, ആ രണ്ട് കൈകൾക്ക് ഇടയിലുള്ളത് എന്നാണ് ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ, മുന്നിൽ എന്നർത്ഥം. രണ്ട് കൈയുടെ ഇടയിലാണ് മുൻഭാഗം, ഇങ്ങനെയല്ലല്ലോ കൈയില്ല മുന്നിൽ. വഅൻസല, അവൻ ഇറക്കി, അത്തൗറാത്ത് വൽ ഇൻജീൽ മിൻ ഖബൽ, മുമ്പ്, ഖബൽ മുൻപ്, ബഅദ ശേഷം, ഫൗഖ മുകളിൽ, തഹ്ത താഴെ. കുറച്ച് വാക്കർത്തൊക്കെ പഠിക്കണമെന്ന് നല്ലതാണ്. അതിൻ്റെ ഇടയ്ക്ക്
നമ്മള് ആശയങ്ങൾക്കാണ് മുന്തിയ പരിഗണന, ആശയങ്ങളാണ് കൂടുതൽ പഠിക്കുന്നത്. എന്നാലും കുറെ കൊല്ലം ഖുർആൻ പഠിച്ച ഒരാളാണെന്ന് പറയുമ്പോ കുറച്ചു വാക്കർത്തൊക്കെ നല്ലതാണ്. സുമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഅദ ശേഷം, ഖബ്ല മുമ്പ്, ഹുദൻ നമ്മള് ഫാത്തിഹ പഠിച്ചതുപോലെ പഠിക്കുന്ന ഒരു സാധനമാണ് ഹുദ, സന്മാർഗം. ലിന്നാസ്, ലി എന്ന് പറഞ്ഞാൽ ക് അല്ലെങ്കിൽ ന് എന്നാണ്. മലയാളത്തില് ക് അല്ലെങ്കിൽ ന്. ലിൽ ബൈത്ത് വീടിന്, വീട്ടിലേക്ക് എന്ന് പറയണമെങ്കിൽ ഇലൽ ബൈത്ത്. ഇത് ലിൽ ബൈത്ത് എന്ന് പറയുമ്പോ വീടിന്. ലിൽ മസ്ജിദ് പള്ളിക്ക് ഉണ്ടോ, അപ്പൊ അവിടെ ക്ക് എന്നാണ് പറയുന്നത്. വീട് എന്ന് പറയുമ്പോ വീടിന് എന്നാണ്, അതാണ് ക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ മലയാള ഭാഷയിൽ ചിലതിനൊക്കെ ക്ക് എന്നാണ് പറയാ, ചിലത് ന് എന്നാണ് പറയാ. വീടുക്ക് എന്ന് പറയില്ലല്ലോ, വീടിന്. പള്ളിന് എന്ന് പറയില്ല, പള്ളിക്ക്. സംഗതി രണ്ടും. അപ്പൊ ആ രണ്ടിനും ലീ എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ ലിന്നാസ് മനുഷ്യർക്ക് എന്നാണ്. വഅൻസല ഇറക്കുകയും ചെയ്തു അൽ ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അൽ ഫുർഖാൻ, ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിക്കുന്നത്, സത്യാസത്യ വിവേചന പ്രമാണം. ഉരകല്ല് എത്ര ക്യാരറ്റാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരച്ചു നോക്കൂലേ, അതാണ് ഉരകല്ല്. അപ്പൊ അതിന്റെ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും ഇത് ശരിക്കും പൊന്നാണോ അല്ല മുക്കാണോ അല്ല വേറെന്തോ ആണോ. പൊന്നാണെങ്കിൽ തന്നെ എത്ര, എന്ത് ജാതി പൊന്ന് എന്നൊക്കെ മനസ്സിലാവുന്നതാണ് ഈ ഉരയ്ക്കുന്ന കല്ല്, അതാണ് ഉരകല്ല്. ഇന്ന നിശ്ചയമായും അല്ലദീന കഫറൂ നിഷേധിച്ചവർ അല്ലെങ്കിൽ നിഷേധിക്കുന്നവർ, ബി ആയാത്ത് ആയത്തുകൾ കൊണ്ട് അല്ലെങ്കിൽ ആയത്തുകളെ, അല്ലാഹ് ലഹും അവർക്കുണ്ട്, അദാബ് ശിക്ഷയുണ്ട്, ഷദീദ് കഠിനമായത്, വല്ലാഹു അസീസുൻ അല്ലാഹു ഇസ്സത്തുള്ളവനാണ്, അല്ലാഹു പ്രതാപിയാണ്, ദുൻതിഖാം ഇന്തിഖാം ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ പ്രതികാരം ഉള്ളവനാണ്. അല്ലാഹു പ്രതികാരം ചെയ്യുന്നവനാണ്. അള്ളാഹുവുമായിട്ട് ചേർത്ത് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. അത് മനുഷ്യനുമായി ചേർത്ത് പറയുമ്പോൾ അതിന് വേറെ ഒരു അർത്ഥം ഉണ്ടാവും. മനുഷ്യനു ചേരാത്ത പലതും അള്ളാഹ്ക്ക് ചേരും. അള്ളാഹുവിനെ സംബന്ധിച്ച് അഹങ്കാരം എന്നത് ഒരു ചീത്ത വികാരമല്ല. അള്ളാഹു ആണല്ലോ. അപ്പൊ അള്ളാഹുവിന് ഞാൻ എന്ന ബോധം ഉണ്ടാവണം. എന്താ അതിനുണ്ടല്ലോ അവന്. മനുഷ്യൻ അങ്ങനല്ല. മനുഷ്യൻ ഞാൻ എന്ന് പറയാൻ ഇല്ലല്ലോ. ഓന്റെ കാര്യം തന്നെ എന്തില്ല, സ്വന്തമായിട്ട് കൊണ്ടെടുക്കാനാവാത്ത ഒരുത്തനാണ് എന്നുള്ളത് കൊണ്ടാണ് അവന് ഞാൻ എന്ന ബോധം തെറ്റാണ്, ചീത്ത വികാരം. ആത്മബോധമാകാം, അഹങ്കാരം പാടില്ല. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇഷ്ടമുള്ളത് ചെയ്യുന്നവനാണ്. മനുഷ്യന് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ല. അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അതിനൊക്കെ അതിൻ്റെതായ ഒരു അർത്ഥം ഉണ്ടാവും. മനുഷ്യനുമായി ബന്ധപ്പെടുത്തുന്നത് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് പോലെ അല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നവനാണ് എന്ന് പറയുന്നത് അയാൾക്ക് നല്ല സ്വഭാവമാണ് എന്നതിന്റെ തെളിവല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറയുന്നത് മോശം കാര്യമല്ല. അങ്ങനെയാണ്. കാരണം അതിന്റെ അടിസ്ഥാനത്തിലുള്ളൂ അള്ളാഹുവിന് കഴിവുണ്ട്
നമുക്ക് അതില്ല. അള്ളാഹു ഹക്കാണ് എന്നർത്ഥം. ഇനി ഇന്നല്ലാഹ, ഇന്ന നമുക്ക് എവിടെ വന്നാലും ഇന്നെ, ഇന്ന അന്ന എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹ ലാ യഖ്ഫാ, മറഞ്ഞിരിക്കുകയില്ല, അലൈഹി അവന്, ഷൈഅ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയിൽ അതിൻ്റെ ഒരു പൊട്ട്, ഒരംശം, ഒരു പൊടി, ഒരിത്തിരി എങ്കിലും ഉണ്ടെങ്കിൽ ഷെയ്ഖ് എന്ന് പറയും. ഷെയ്ഖ് എന്നല്ല. ഷെയ്ഖ് എന്ന് പറഞ്ഞാല് പണ്ഡിതൻ എന്നോ പ്രായമുള്ളവൻ എന്നോ, ഷെയ്ഖുൻ കബീർ എന്ന് പറഞ്ഞാൽ പടുവൃദ്ധൻ എന്നാണ്. ഇവിടെ അങ്ങനത്തെ ആരും ഇല്ല കേട്ടോ. വലിയ പ്രായമുള്ളവരൊന്നും നമ്മളെ കൂട്ടത്തിലില്ല. അങ്ങനെ ഓരോരുത്തർക്ക് തോന്നുന്ന. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നോ അല്ലെങ്കിൽ പ്രായമുള്ളവൻ എന്നോ ആണ്. ഷെയ്ഖ എന്ന് പറഞ്ഞാൽ അത് പെണ്ണായി. പക്ഷേ ഇവിടെ പറയുന്നത് ഷെയ്ഖ് എന്നാണ്. ഹംസ. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷെയ്ഖ്, ഒന്നും എന്ന് വേണമെങ്കിൽ പറയാം. ഒരിത്തിരി, എത്രയാണോ അതിന്റെ ഏറ്റവും ചെറുതായാലും മതി. ഫിൽ അർള്, ഭൂമിയിൽ, വലാ ഫിസ്സമാ, ആകാശത്ത്. ഹുവ അവൻ, അല്ലദീ എങ്ങനെയുള്ളവനാണ്, യുസവ്വിറുക്കും സവ്വറ അവൻ നിങ്ങളെ രൂപപ്പെടുത്തുന്നവനാണ്. ഫിൽ അർഹാം ഗർഭാശയങ്ങളിൽ. അർഹാം, റഹിമ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അതന്നെയാണ് ഗർഭാശയം, റഹ്മ. ആ കാരുണ്യവും ഗർഭാശയവും അള്ളാഹിന്റെ പേരും തമ്മിലൊക്കെ പദപരമായ ബന്ധമുണ്ട്. കൈഫ എങ്ങനെ, യശാ ആഗ്രഹിക്കുക, ഉദ്ദേശിക്കുക, ഇച്ഛിക്കുക, ഇൻഷാ അല്ലാ, മാഷാ അല്ലാ എന്നൊക്കെ പറയുന്നത് ഈ ഷാ ആണ്. ലാ ഇലാഹ, ഇലാഹില്ല, ഇല്ലാ ഹുവ അവനല്ലാതെ, അൽ അസീസ് പ്രതാപിയാണ്, അൽ ഹക്കീം യുക്തിമാനാണ്. അപ്പൊ നമ്മളിങ്ങനെ പഠിച്ചു വരികയാണ്. സൂറത്തുൽ ബഖറയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് സൂറത്തുൽ ബഖറ അതിലേറ്റവും കൂടുതൽ പരാമർശിച്ചതും അഭിസംബോധന ചെയ്തിരുന്നതും യഹൂദരായ ആളുകളെ ആയിരുന്നു എന്ന്. എന്നാൽ സൂറ ആലു ഇമ്രാനിൽ ക്രിസ്ത്യാനികളെയാണ്. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് സാദൃശ്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടും തുടങ്ങുന്നത് അലിഫ് ലാം മീമിലാണ്, അല്ലെ? അങ്ങനെ കുറെ കാര്യങ്ങൾ രണ്ടും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സൂറകൾ പരലോകത്ത് അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ വലിയ മേഘക്കൂട്ടങ്ങൾ കണക്കെ പ്രത്യക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്, അതിൻ്റെ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. പിന്നെ നസ്സല എന്ന് പറയുന്നതും അൻസല എന്ന് പറയുന്നതും തമ്മിൽ അർത്ഥം വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? നസ്സല എന്ന് പറഞ്ഞാൽ ഇറക്കി, അൻസല എന്ന് പറഞ്ഞാലോ ഇറക്കി. മലയാളത്തിൽ ഇറക്കൽ തന്നെ. പക്ഷെ നസ്സല എന്ന് പറഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ ഇറക്കുന്നതിനാണ് പറയുക. നമ്മളെ തുടർ ലേഖനങ്ങളും തുടർ നോവലുകളും ഒക്കെ ഉണ്ടാവൂലേ, ഗണ്ടശ പ്രസിദ്ധീകരിച്ചത്, സീരിയലൊക്കെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ. വേഗം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ചിലരൊന്നും പറയൂല, ചിലരുള്ള പോലെ പറയും. കഥ ഇതുവരെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ തുടരും?
അങ്ങനെ കുറേശ്ശെ ഇറക്കുന്നതിനാണ് നസ്സല എന്ന് പറയുന്നത്. അൻസല എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ഇറക്കുക. പരിശുദ്ധ ഖുർആനിന് ഈ രണ്ട് ഇറക്കവും ഉണ്ടായിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, അല്ലേ? അൻസല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നസ്സല എന്നും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അൽ ഫുർഖാനുൽ അദീം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എവിടെയാണ്? ലൗഹുൽ മഹ്ഫൂദ്, സുരക്ഷിതമായ ഫലകം. ഫ എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ തെറ്റി ഉച്ചരിക്കുന്ന ഒരു വാക്കാണ് ഫ. മാഷുമാർക്കൊക്കെ അത് അറിയായിരിക്കും. ഫ എന്നാണ് നമ്മൾ പറയാ, ഫ എന്നല്ല, ഫ എന്നാണ് പറയേണ്ടത്. ഫലം, ഫലകം. അപ്പോ പ, ഫ, ബ അങ്ങനെയാണ് അക്ഷരമാലയിൽ പറയുന്നത്. നമ്മൾക്ക് അറബിയുടെ കൂടി ഒരു സ്വാധീനമാണ് ഫ എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അറബി ഭാഷയിലാണ് ഫ ഉള്ളത്, മലയാളത്തിൽ ഫ ഇല്ല. ഫ ഫലം, പ്രതിഫലം എന്നാണ് പറയേണ്ടത്, ഫലവർഗങ്ങൾ. അപ്പോ അത് പഠിപ്പിക്കാനല്ല ഞാനിപ്പോ ഇത് പറഞ്ഞത്. ലൗഹുൽ മഹ്ഫൂദ്, സുരക്ഷിത ഫലകം, അവിടെയാണ് ഉള്ളത്. അവിടെ നിന്ന് അള്ളാഹു ഒരു ഇറക്കം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഇറക്കിയത് ഓരോ സന്ദർഭത്തിന്റെ തേട്ടമനുസരിച്ചാണ്. അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനും സ്വഹാബികൾക്ക് അത് കാണാതെ വേഗം പഠിക്കാനും, പിന്നെ അത് ഓരോ സന്ദർഭത്തിലും ഒരു ഗൈഡ് എന്നതുപോലെ ഇറക്കിയതാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ ആദ്യം തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ ഉണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളുടെയും ഇറക്കത്തിൽ വ്യത്യാസമുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ ഗ്രന്ഥങ്ങൾ മാത്രമല്ല ഉള്ളത്, മൊത്തം ലോകത്തുള്ള പലതരം ഇൽമുകളും ശേഖരിച്ചു വെച്ചിട്ടുള്ളത് അവിടെയാണ്. ഓരോരോ ചിപ്പുകളിലൊക്കെ ആയിരിക്കും. പണ്ടാണെങ്കിൽ ലൗഹുൻ സ്ലൈറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ആകെ അങ്ങനെ ഒരു പലകെ അറിയുള്ളൂ വരുന്നു, അതുകൊണ്ടാണ്. പിന്നീട് ഈ ലൗഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥത്തിന് വ്യാപ്തി കൈവരിച്ചു. കാരണം നമ്മള് അത്തരം കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനെയാണ് ഭാഷ വികസിക്കുക. പണ്ട് നമുക്ക് അത്ര അറിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇനി ഒരുപക്ഷെ ഇനിയും നമ്മൾ കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഡാറ്റകൾ എങ്ങനെയാണ് ശേഖരിച്ചു വെക്കുക എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ നമുക്ക് വലിയ ധാരണകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ പുതിയ കാലത്ത് നമ്മൾക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കും കുറച്ചുകൂടി കഴിയുമ്പോൾ ഇനിയും അതിന്റെ ഒക്കെ ഒരു രീതി. നമ്മളെന്നെ ഇപ്പൊ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി ആദ്യം ഒരു കാസറ്റ് വാങ്ങി അതിൽ 10 പാട്ടൊക്കെ ഉണ്ടാവും, അല്ലെ? എന്നിട്ട് അത് തിരിച്ചും മറിച്ചും ഇടുന്ന പണിയാണ്. ഇപ്പൊ എത്ര പാട്ടാണ് ഒരു ചെറിയ പെൻഡ്രൈവിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോ വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള ഇടങ്ങൾ ചെറുതു മതിയാവുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ മൊത്തം വിവരങ്ങൾ ശേഖരിച്ചു വെച്ചത് അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിലാണ്. അവിടെ നിന്ന് കിതാബ് അൽ ഫുർഖാനുൽ അദീം ഇറക്കി. നസ്സല അലൈക്കൽ കിതാബ്, നിനക്ക് ഈ കിതാബ് ഇറക്കി. ഇവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് ഇറക്കിയത് എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. അല്ലേ? അപ്പോ റസൂലിലേക്കാണ് ഇറക്കിയത്. ബിൽ ഹഖ്, ഹക്കുമായിട്ടാണ് ഇറക്കിയത്. എന്താണ് ഖുർആനിലെ അൽ ഹഖ്? നമുക്ക് വേഗം മനസ്സിലാവും. ഹക്കടപാട് എന്ന് പറഞ്ഞാൽ സത്യവും നീതിയും ധർമ്മവും, സൃഷ്ടികൾ തമ്മിലുള്ള അവകാശ ബാധ്യതകൾ, അതിനെ സംബന്ധിച്ചുള്ള പാഠങ്ങൾ.
പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് എന്നതിന്റെ തന്നെ ഒരു തെളിവാണ് പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരുടെ അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. തിരിഞ്ഞില്ല, നീ തിരിഞ്ഞിക്കണമെങ്കിലും വേണ്ടത്ര തിരിഞ്ഞില്ല നോട്ട്. എന്താ പക്ഷെ തീരെ തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു മനുഷ്യനാണ് എഴുതിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ എഴുതിയ മനുഷ്യന് ഒരു മുൻതൂക്കം ഉണ്ടാവും. ആ മനുഷ്യന്റെ ഗോത്രത്തിന് ഒരു പരിഗണന ഉണ്ടാവും. അയാളുടെ ജാതിക്കോ മതത്തിനോ സവിശേഷ സ്ഥാനം ഉണ്ടാവും. അവർക്ക് ലാഭകരമായതും ആ സൈഡിൽ നിന്നുള്ളതുമായിരിക്കും എഴുതുക. സ്വാഭാവികം. ഇപ്പൊ നമ്മൾ തന്നെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി എന്നൊക്കെ പറയില്ലേ, അവിടെ നമ്മൾ വരും. സ്വാഭാവികം. പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അഭിസംബോധന യാ അയ്യുഹന്നാസ് എന്നാണ്. അൽ ബഖറ തുടങ്ങിയിട്ട് ഫസ്റ്റ് അഭിസംബോധന യാ അയ്യുഹന്നാസ് എന്നാണ്. അള്ളാഹു അവകാശങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് എന്താക്കിയിട്ടില്ല, പക്ഷപാതിത്വപരമായ യാതൊരു പ്രയോഗവുമില്ല. ഇപ്പൊ മനുഷ്യൻ എന്നതാണ് ഖുർആനിന്റെ പ്രമേയം എന്നത് തന്നെ ഇത് മനുഷ്യൻ എഴുതിയതല്ല, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന്റെ ഒരു തെളിവാണ്. ഇതിൽ സത്യമാണ്, നീതിയാണ്, ധർമ്മമാണ്, സദാചാരമാണ്, വിശുദ്ധിയാണ്, അതൊക്കെയാണ് ഇതിലുള്ളത്. ഈ പക്ഷപാതിത്വങ്ങൾ ഇല്ലാന്ന് മാത്രമല്ല, പക്ഷപാതിത്വങ്ങൾ ഉണ്ടാവരുത്, ഇത് വായിക്കണോനും ഉണ്ടാവരുത് എന്ന് അള്ളാഹു നിർബന്ധം കാണിച്ചിട്ടുണ്ട്. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു. നിങ്ങളോട് ഒരാൾക്ക് വെറുപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് അവരോട് നിങ്ങൾ അനീതി കാണിക്കാൻ പാടില്ല. നിങ്ങളെ ഒരാൾ വെറുക്കുന്നു, അതിൽ ഖുർആനിൽ നിന്ന് ഇതാണ് എഴുതിയത് എന്ന് പറയുന്നു. സാധാരണ പക്ഷെ അത് പ്രയോഗിക്കാറുള്ളത് നിങ്ങൾക്കൊരാളോടുള്ള വിരോധം എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളോട് ഒരാൾക്കുള്ള വിരോധം, നിങ്ങളൊരാളോട് വിരോധം വെക്കേണ്ടവരല്ലോ. നിങ്ങളോട് ചില ആൾക്കാർക്കൊക്കെ വിരോധം ഉണ്ടാവും, പക്ഷെ അവരോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അനീതി കാണിക്കാൻ പാടില്ല എന്നത്. അപ്പൊ ഇങ്ങനെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നു, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നത് തന്നെ അള്ളാഹുവിൽ നിന്നാണ് ഖുർആൻ എന്നതിന്റെ തെളിവായിട്ട് പറയുന്നു. ബിൽ ഹഖ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സത്യം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ആഴമുള്ള വിശാലമായ അർത്ഥമാണ് ഹഖ്. ഇനി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ഞാൻ നേരത്തെ പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്, അവിടെ അതിന്റെ വിശദീകരണവും വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? വേദങ്ങളാണ്. വേദങ്ങളില്ലാത്ത, ദൈവമില്ലാത്ത ഒരു കാലവും മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ല. ദൈവവിചാരമില്ലാത്ത, വേദവിചാരമില്ലാത്ത ഒരു കാലവും മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ല. പിൽക്കാലത്ത് എപ്പോഴോ രൂപപ്പെട്ടു വന്നതാണ് അതൊക്കെ എന്നത് നാസ്തികരുടെ കേവലം വാദങ്ങൾ മാത്രമാണ്. എല്ലാ കാലത്തും മനുഷ്യന് ദൈവവിചാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നബിയും ദൈവമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ല. ദൈവമുണ്ട് എന്ന് പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ല. പകലാണ് ഇപ്പോൾ എന്ന് പഠിപ്പിക്കേണ്ടതില്ലാത്തതുപോലെ, രാത്രി ഉണ്ട് എന്ന് പഠിപ്പിക്കേണ്ടതില്ലാത്തതുപോലെ,
ദൈവമുണ്ട് എന്നല്ല ഒരു നബിയും പഠിപ്പിച്ചത്. കാരണം അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ദൈവമാണ് നിങ്ങളുടെ ഇബാദത്തിന് അർഹൻ. ആ ഇലാഹ് ഏകനാണ്. ആ ഏകനായ ഇലാഹിന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ. ഇത് പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇലാഹിന് പങ്കാളികളെ ചേർക്കുക, ഇലാഹിന് വകവെച്ചു കൊടുക്കേണ്ടുന്ന അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പല സന്ദർഭത്തിൽ ഉണ്ടായ വ്യതിചലനം. ഇലാഹോ അതാരാണ് എന്നാരും ചോദിച്ചിട്ടില്ല. നീ പറയുന്ന ഇലാഹ് എങ്ങനത്തെ ഇലാഹാണ് എന്ന് പല നബിമാരോടും ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഇലാഹോ അങ്ങനെ ഒന്നുണ്ടോ? ഫിർഔൻ ഇലാഹിനെ നിഷേധിച്ചിട്ടില്ല. നമ്രൂദ് ഇലാഹിനെ നിഷേധിച്ചിട്ടില്ല. അവരൊക്കെ തന്നെയും ദൈവാരാധകരായിരുന്നു. ഈ ഫിർഔൻ തന്നെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള വേദം? വഅൻസല തൗറാത്ത വൽ ഇൻജീല മിൻ ഖബ്ൽ, മുമ്പ് ഇൻജീലും തൗറാത്തും അവൻ ഇറക്കിയിട്ടുണ്ട്. നിനക്ക് ഇപ്പോൾ ഈ വേദം ഇറക്കിയവൻ തന്നെയാണ് മുമ്പ് തൗറാത്തും ഇഞ്ചിയിലും ഇറക്കിയത്. അത് നിങ്ങളെ കയ്യിലുള്ള തൗറാത്തും ഇഞ്ചിയിലും വേറെ എവിടുന്നോ കിട്ടിയതും ഇപ്പൊ ഈ ഇറക്കിയത് വേറെ ആരോ ഇറക്കിയതും അല്ല. ഈ ഇറക്കിയ, നിനക്ക് മേൽ വേദം ഇറക്കിയ അവൻ തന്നെയാണ് തൗറാത്തും ഇഞ്ചിയിലും ഇറക്കിയത്. ആ തൗറാത്തും ഇഞ്ചിയിലും, എന്തിനാ തൗറാത്തും ഇഞ്ചിയിലും പ്രത്യേകം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ ആയത്തിറങ്ങുമ്പോൾ അവിടെ പ്രഥമ അഭിസംബോധിതരായി ഉണ്ടായിരുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു. അതുകൊണ്ട് അവര് കൊണ്ട് നടക്കുന്ന കിതാബിന്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ പ്രഥമ അഭിസംബോധിതർ ഇന്ത്യക്കാരായിരുന്നുവെങ്കിൽ ചിലപ്പോ വേറെ ഏതെങ്കിലും വേദങ്ങളുടെ പേര് പറഞ്ഞേനെ. അപ്പൊ അവിടെ തൗറാത്തിന്റെ ഇഞ്ചീലിന്റെ ആൾക്കാരോടാണ് ഇത് പറഞ്ഞത് എന്നതുകൊണ്ട് അത് പറഞ്ഞു. നിങ്ങളെ കയ്യിലുള്ള തൗറാത്തും ഇഞ്ചീലും. ഓരോട് വേറെന്തോ പറഞ്ഞിട്ട് കാര്യമില്ല. സ്മൃതികളെ കുറിച്ച് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവർക്ക് പരിചയമുള്ളതിനെ എടുത്തു പറയുകയാണ്. ആ തൗറാത്തും ഇഞ്ചീലും അവൻ ഇറക്കി. അതിൽ ഉള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഇറക്കിയത്. അപ്പൊ അതിൽ ഉള്ളതിനെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ സത്യപ്പെടുത്താന്നല്ല. അതിൽ കൈകടത്തലുകൾ വന്നിട്ടുണ്ട്, അത് സൂക്ഷിക്കുന്നിടത്ത് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് പലതും വിട്ടുപോയിട്ടുണ്ട്, അതിലേക്ക് പലതും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. കൂട്ടിച്ചേർത്തതിനെ ഒഴിവാക്കുകയും വിട്ടുപോയതിനെ കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണോ അതിലുണ്ടായിരുന്നത് ഹക്കായിട്ട് അതിനെ സത്യപ്പെടുത്തുന്നു എന്നാണ്. പുതിയ കാലത്ത് വളർന്നു വന്ന ഒരു പ്രവണത സർവവേദ സത്യവാദം എന്നൊരു വാദമാണ്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി, ഒരു പ്രസ്ഥാനമുണ്ട്. സർവമത സത്യവാദം ഉണ്ടായിരുന്നു പണ്ട്, അതിന്റെ അനുരണനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതല്ലാത്ത സർവവേദ സത്യവാദം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വേദത്തിൽ വിശ്വസിച്ചാൽ മതി. ഏതെങ്കിലും ഒന്നിൽ വിശ്വസിച്ച, നിങ്ങളെ കയ്യിൽ ഏതോ ഒരു വേദം ഉണ്ടെങ്കിൽ ആ വേദം വിശ്വസിച്ചാൽ മതി, നല്ല സുഖമാണ്. അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പണ്ട് കല്യാണപ്പുരയൊന്നും നമ്പൂരി ചോദിച്ചതായിട്ട് പറയാറുണ്ട്. നമ്പൂരി ഫലിതങ്ങൾ. അയാൾ പോയിട്ട് ഇല വെട്ടുന്നവന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചോളൂ, എന്താക്കുക ഇല വെട്ടുക, ഈ ഇല വെട്ടിക്കുക. അപ്പുറത്ത് പോയിട്ട് വേറെ ഒരുത്തനോട് ഓരോന്ന് ജോലൊക്കെ എന്താണ് ചെയ്യുന്നത് അത് പറഞ്ഞപ്പോ ആകെ ചെയ്തോന്ന് പറഞ്ഞു പോകുന്നു. ഇയാൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇതുപോലെ നിങ്ങളെ കയ്യിലൊരു വേദമുണ്ട്, അത് നിങ്ങൾ വിശ്വസിച്ചോ. അതിലെന്താണുള്ളത് അത് നിങ്ങൾ ചെയ്താൽ മതി.
അതിന് ഇവര് പറയുന്ന ന്യായം എന്താന്ന് ചോദിച്ചാൽ, വേദങ്ങളെല്ലാറ്റിനെയും ഖുർആൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്, എല്ലാ വേദങ്ങളും സത്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. വേറൊരു കക്ഷിയുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ സാധാരണ ഉണ്ടാവുന്ന ഒരു മാരിയോ എന്ന് പറയുന്ന ഒരാൾ, സുലൈമാൻ എന്നാണ് അയാൾ ആദ്യത്തെ പേര്. അയാൾ പറയണത് എന്താ വെച്ചാൽ, ഞാന് അറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഖുർആൻ ഇങ്ങനെ ഓതിയപ്പോ അതിൻ്റെ അകത്തുണ്ട്, നിങ്ങൾ ഇഞ്ചിയിലേക്ക് നോക്കൂ. അപ്പൊ ഞാൻ ഇഞ്ചിയിൽ നോക്കി, അങ്ങനെ ഞാൻ ക്രിസ്ത്യാനി. അപ്പൊ അയാള് നോക്കിയിട്ടാകുമ്പോ ഞാൻ പോവുക ചെയ്ത്. യഥാർത്ഥത്തില് അതിൽ നോക്കൂ എന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, അതിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഒരു നബി വേറെ വരാനുണ്ട് എന്ന്. ആ നബിയാണ് ഈ ഖുർആൻ കൊണ്ടുവന്നത് എന്നാണ്. പക്ഷെ ഇയാള് നോക്കൂ എന്ന് പറഞ്ഞപ്പോ ഈ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അങ്ങനെ അങ്ങ് പോയാല് എങ്ങനെയുണ്ട്, അയാൾ അങ്ങ് പോയി. യഥാർത്ഥത്തിൽ ഇതൊക്കെ വക്രീകരണമാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി എന്ന് പറഞ്ഞാൽ അതിലുള്ള സത്യത്തെ സത്യപ്പെടുത്തലാണ്. അള്ളാഹുവിനെ കുറിച്ച് അതിൽ വന്ന സത്യങ്ങളുണ്ട്, ആ സത്യങ്ങളെയാണ് സത്യപ്പെടുത്തുന്നത്, കൂട്ടിച്ചേർക്കലുകളെയല്ല. നിങ്ങളുടെ കൈവശം ഇപ്പോഴുള്ളത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെങ്കിൽ അതിനെല്ലാം സത്യപ്പെടുത്തുകയല്ല ചെയ്യുന്നത് അസിലുള്ള കിതാബുണ്ടല്ലോ അതിനെയാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. കാരണം അതിന്റെ തൊട്ടടുത്ത് വരുന്നുണ്ട്, എന്താണ് വരുന്നത്? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗം കാണിക്കാൻ വേണ്ടിയിട്ട് മുമ്പ് ഇറക്കിയത് എന്ന് പറഞ്ഞു. പിന്നെ വഅൻസലൽ ഫുർഖാൻ, അവൻ സത്യാസത്യ വിവേചന പ്രമാണം ഇറക്കുകയും ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കിതാബിൻ്റെ അകത്ത് വേണ്ടതും വേണ്ടാത്തതൊക്കെ കൂടി പെട്ടുപോയിട്ടുണ്ട്. അതിലേതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തത് എന്ന് മനസ്സിലാക്കാൻ എന്തു ചെയ്യും? ഇപ്പോ നിങ്ങൾ പഴയ കിതാബുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പണ്ടത്തെ ഒരു കിതാബ് എഴുതുന്ന ഒരു രീതിയുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് നടുക്കാണ് എഴുതുക. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മുകളിലും താഴത്തും മാർജിൻ ഉണ്ടാവും. മാർജിൻ വരയ്ക്കൊന്നുമില്ല. ഈ എഴുതിയതിന്റെ വിശദീകരണം അപ്പുറത്തുണ്ടാവാം. ഈ മാർജിനിൽ മേലെയോ വലതു ഭാഗത്തോ ഇടതു ഭാഗത്തോ താഴെയോ ഉണ്ടാവും. അപ്പൊ നടുക്ക് ഇങ്ങനെ എഴുതി അതിന്റെ വിശദീകരണം അവിടെ നിന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ എഴുതി വെച്ചാൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതിന് വരയും ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഇത് പകർത്തി എഴുതുന്ന വേറൊരാള് ഈ മാർജിനിലുള്ളതും എന്താക്കാം, ഇതിലേക്ക് ചേരാം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആദ്യത്തെ കിതാബിന്റെ വിശദീകരണമായി ഒരാൾ എഴുതി വെച്ചത് പിന്നീട് വരുന്ന ഒരാൾ പകർത്തി എഴുതുമ്പോൾ ആ വിശദീകരണവും അടിസ്ഥാന കിതാബായിട്ട് ചേർന്ന് പോകാം. അങ്ങനെ സംഭവിക്കാം. ഒരാൾ കൃത്രിമം കാട്ടണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ പകർത്തി എഴുത്തിൽ എന്ത് സംഭവിക്കാം, അങ്ങനെ സംഭവിക്കാം. അത് പണ്ടത്തെ കിതാബൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയാണ് എഴുതി വെക്കുക, വിശദീകരണം തൊട്ടപ്പുറത്ത് എഴുതി. നോട്ട്സ് നമ്മള് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചില ആൾക്കാർ എഴുതി വെക്കൂല, അതിന്റെ അർത്ഥമൊക്കെ പുറത്ത് എഴുതി വെക്കൂല. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് പിന്നെയും പ്രിന്റ് ചെയ്യായതുകൊണ്ട് എഴുതി വെച്ചതൊന്നും അതിലുണ്ടാവില്ല പ്രിന്റിങ്. പക്ഷെ പകർത്തി എഴുതുമ്പോ അങ്ങനെയല്ല, പണ്ട് കൈകൊണ്ട് പകർത്തി എഴുതുക ചെയ്യാം. ഇങ്ങനെയൊക്കെ പലതും ഇതിൽ വന്നു പോയിട്ടുണ്ട്. ഖുർആനിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഖുർആൻ കടലാസിൽ പകർത്തുന്നതിന് മുൻപേ ഖൽബിൽ പകർത്തി എന്നതുകൊണ്ടാണ്. അപ്പൊ പ്രിന്റിങ്ങിൽ ഇനിയിപ്പോ എന്തെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ലോകത്തുള്ള 10,000-കണക്കായ ഹാഫിദുകളുടെ ഖൽബിൽ ഖുർആൻ. അപ്പൊ എവിടെങ്കിലും ഓതുന്നിടത്ത് ഒരു ഇന്ന എന്നധികം വന്നാൽ ഉടനെ ഹാഫിദുകൾ എന്ത് ചെയ്യും, അത് തിരുത്തും. അപ്പൊ പിന്നെ പരിശോധിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒരാൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഒരക്ഷരം അധികം കൂടിപ്പോയാൽ ഹാഫിദുകളായ ആളുകളെ കൊണ്ട് അത് തിരുത്തപ്പെടും. അപ്പൊ ആദ്യമേ തന്നെ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടത് ഖൽബുകളിലാണ്.
അങ്ങനെ ഒരു സുരക്ഷിത സംവിധാനം ലോകത്തൊരു കിതാബിനും ഇല്ല. പ്രഭാഷണങ്ങൾക്കിടയിൽ ബൈബിൾ ശകലങ്ങൾ ബൈബിൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ ബൈബിൾ കാണാതെ പഠിച്ച ആൾക്കാർ എന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയില്ല. ഖുർആനിന്റെ പ്രത്യേകതയാണത്. ചിലപ്പോ ഈ മനപ്പാടാക്കിയ ആൾക്ക് ഇതിന്റെ ഒറ്റ വാക്കിന്റെ അർത്ഥം ചിലപ്പോൾ പറഞ്ഞോളന്നില്ല. പക്ഷെ ഖുർആൻ ഒന്നും തെറ്റായാലും വിടൂല, ഉടനെ തിരുത്തും. ഇപ്പൊ നിസ്കാരത്തിൽ വലിയ ഖാദിയാരാണ് ഓതുന്നതെങ്കിലും മുമ്പിൽ ഓതുന്നത് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? പിറകിലുള്ള ആള് തിരുത്തും. അപ്പൊ ഒരു നിസ്കാരത്തിൽ ഏതോ ഒരു വക്തിൽ ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരു ശ്രാമ്പിയിലുള്ള ഖുർആനോത്തിൽ പോലും തെറ്റാൻ പാടില്ല എന്നുള്ള ബുദ്ധി, നിർബന്ധ ബുദ്ധി ഖുർആനിന്റെ വിഷയത്തിലുണ്ട്. അറബി മൂലത്തിൽ തന്നെയാണ് അത് കാണാതെ പഠിക്കുന്നത്. മറ്റ് വേദങ്ങളുടെ ഒക്കെ ഒരു സംഗതി എന്താന്ന് വെച്ചാൽ അതിന്റെ ഇപ്പോ ബൈബിൾ തന്നെ എടുക്കുകയാണെങ്കിൽ അരാമിക് ഭാഷ, ആ ഭാഷയിലല്ല നമ്മുടെ ഇടയിലുള്ള ക്രൈസ്തവ സഹോദരന്മാർ അത് വായിക്കുന്നത്. വലിയ വലിയ അച്ഛന്മാരായിട്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ അരാമിക്കും ഹിബ്രു ഒക്കെ പഠിക്കുന്നുണ്ടാവും, അറബിയൊക്കെ പഠിക്കുന്നുണ്ടാവും. പക്ഷെ ജനകീയ ഭാഷയായിട്ട് അത് ഇല്ല, അതാർക്കും അറിയില്ല. അപ്പൊ മലയാളത്തിലാണ് വായിക്കുന്നത്. അപ്പൊ അതിന്റെ മലയാളത്തിന്റെ പരിമിതി അതിനുണ്ടാവും. മലയാളത്തിൽ നിന്നായിരിക്കും പിന്നെ വേറൊരു ഭാഷയിലേക്ക്, അപ്പൊ അതിന്റെ പരിമിതി. ഇപ്പൊ തന്നെ ഈ മലയാളത്തിലേക്ക് വന്ന ബൈബിളുകൾ പലതും ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയാണ്. അപ്പൊ അരാമിക് ഭാഷയിൽ നിന്ന് ഹിബ്രുവിലേക്ക് പോയപ്പോ തന്നെ കുറെ സാധനം മാറി. അവിടുന്ന് ഇംഗ്ലീഷിലേക്ക് പോയപ്പോ തന്നെ വേറെ മാറിയിട്ടുണ്ടാവും. അത് പിന്നെ മലയാളമാക്കിയപ്പോ പിന്നെയും മാറിയിട്ടുണ്ടാവും. ഇനി ആ മലയാളത്തിൽ നിന്നും വേറെ ഒന്നാക്കുമ്പോൾ അത് പിന്നെയും മാറും. ഇത് തിരുത്തണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും തെറ്റും. അപ്പൊ തിരുത്തണം എന്ന് ഉദ്ദേശമുള്ള ചില കക്ഷികൾ അതിൽ കയറിക്കൂടുകയാലോ, അപ്പൊ കൂടുതൽ അത് തിരുത്തപ്പെടും. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ ഇതിൽ ഏതാണ് ശരിയായത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉരച്ചു നോക്കാൻ ഒരു ഉരകല്ല് വേണം. ആ അൽ ഫുർഖാൻ, അതാണ് ഇവിടെ പറഞ്ഞത് അൻസലൽ ഫുർഖാൻ. അതുകൊണ്ട് ഫുർഖാനും ഇറക്കി. അത് നജറാനിൽ നിന്ന് വന്ന സംഘത്തെ കുറിച്ച്. അപ്പോ ഇനി എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാല്, തൗറാത്തായാലും ഇഞ്ചീലായാലും സബൂറായാലും നിങ്ങളെ കയ്യിൽ ഏത് കിതാബാണെങ്കിലും ആ കിതാബിലുള്ളത് ശരിയോ തെറ്റോ എന്ന് നോക്കണമെങ്കിൽ ഈ ഫുർഖാനോട് ചേർത്ത് നോക്കിയാൽ മതി എന്നാണ് ഈ പറഞ്ഞത്. അങ്ങനെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കെ പിന്നെ എങ്ങനെയാണ് ഏത് വേദത്തിൽ വിശ്വസിച്ചാലും മതി എന്ന് പറയാൻ പറ്റുക? ഏത് വേദത്തിൽ വിശ്വസിച്ചാലും മതിയാവുക എങ്ങനെയാണ്? കാരണം അത് ആ കാലത്തേക്ക് ഇറക്കിയ വേദമാണ്, ആ കാലത്തുള്ള മനുഷ്യന്മാർക്കുള്ളതാണ്. അതിനുശേഷം മനുഷ്യ സമൂഹം പുരോഗതി പ്രാപിച്ചു, മാറ്റങ്ങൾ ഉണ്ടായി, പുതിയ നിയമങ്ങൾ വന്നു. അപ്പൊ ഇനി എന്താണ് ശരിയായത്, അസല് എന്താണ്, അടിസ്ഥാനം എന്താന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഉരകല്ലിൽ വെച്ച് നോക്കിയാൽ മതി. എന്തോന്ന് വേണ്ടേ? 916 ആണോ, 22 ആണോ, 16 ക്യാരറ്റാണോ, അത് മുക്കുകൊണ്ടാണോ എന്ന ഒക്കെ ചെമ്പിന്റെ മുകളിൽ പോളിഷ് ചെയ്ത് കൊണ്ടുവന്നാണെന്നൊക്കെ അറിയണമെങ്കിൽ എവിടെ ഒന്ന് ഒരുതി നോക്കണ്ടേ? ആ ഒരുതി നോക്കുന്ന ഉരകല്ലാണ് അൽ ഫുർഖാൻ. അപ്പോൾ വഅൻസലൽ ഫുർഖാന, അങ്ങനെ ഒരു വിവേചന പ്രമാണം ആയിട്ട് ഖുർആൻ ഇറക്കിയിരിക്കുന്നു. അൽ ഫുർഖാനുൽ അദീം, മഹത്തായ വിവേചന ഗ്രന്ഥമാണിത്. അപ്പോൾ സർവവേദ സത്യവാദത്തിന് ഖുർആനിൽ ഒരു അടിസ്ഥാനവും ഇല്ല. അള്ളാഹു ഇറക്കിയ എല്ലാ വേദങ്ങളും സത്യമാണ്, തർക്കമൊന്നുമില്ല. അതൊക്കെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ളതാണ്, അതിലും തർക്കമില്ല. പക്ഷെ അതിന്റെ സംരക്ഷണ വഴിയിൽ സംഭവിച്ച അപാകതകളെ പരിഹരിക്കാൻ ഈ ഖുർആനിനോട് തട്ടിച്ചു നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ കഴിയും എന്നാണ്. ഇനി ഇന്നല്ലദീന കഫറൂ ബി ആയാത്തിന, ഇത്രത്തോളമൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇങ്ങനെയൊക്കെയുള്ള സത്യാസത്യ വിവേചന പ്രമാണം ഇറക്കിയിട്ടും ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ബി ആയാത്ത്,
വചനങ്ങളെ നിഷേധിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയാണെങ്കിൽ, ലഹും അവർക്കുണ്ട് അദാബുൻ ശദീദ് കഠിനമായ ശിക്ഷയുണ്ട്. വല്ലാഹു അസീസുൻ ദുൻതിഖാം അല്ലാഹു പ്രതാപിയാണ്, പ്രതികാരം ചെയ്യുന്നവനാണ്. അള്ളാഹിനെ കുറിച്ചിട്ട് അള്ളാഹു സ്നേഹനിധിയാണ്, അൽ വദൂദ്. അള്ളാഹു കാരുണ്യവാനാണ്, റഹ്മാൻ. അള്ളാഹു നിലക്കാത്ത കാരുണ്യം ചെയ്യുന്നവനാണ്, റഹീം. ഇതൊക്കെ ശരിയായതോടൊപ്പം അള്ളാഹു പ്രതികാരം ചെയ്യുന്നവനാണ്. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ച് യഥാർത്ഥത്തിലുള്ള വിചാരമാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ചില സുവിശേഷ പ്രഭാഷകരൊക്കെ പറയുന്ന കേട്ടാല് അള്ളാഹു ഒരു സാധു അള്ളാഹു എന്ന് തോന്നും. ഒരു സാധു അള്ളാഹു, ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കാൻ പറയുന്ന, അല്ലെ? അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, കേൾക്കാൻ സുഖമുണ്ട്, പക്ഷെ വസ്തുതയല്ല ഒന്ന്, നീതിയല്ല രണ്ട്. ഇത് വളരെ പ്രധാനമാണ്. വസ്തുതല്ല എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മൾ ഈ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, മതത്തെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഭാവനയാണ് വരിക. നമ്മളെ ഭാവന അല്ലല്ലോ ശരി. വസ്തുത എന്താണോ അതാണല്ലോ പറയേണ്ടത്. ചില ആളുകൾ പറയും അള്ളാഹു പിന്നെ കാരുണ്യവാനാണ്, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെയല്ല ചെയ്ത്, അള്ളാഹു അങ്ങനെയല്ല ചെയ്തൊക്കെ പറയണ കേട്ടാൽ നമ്മളെ ഭാവനയെ പറയാൻ. വസ്തുത എന്താണോ അതാണല്ലോ പറയേണ്ടത്. ആ വസ്തുത പറയുമ്പോൾ അള്ളാഹു തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹു കാരുണ്യവാനാണ്, സ്നേഹിക്കുന്നവനാണ്, ഒക്കെ ശരിയാണ്. അതേ സമയത്ത് അള്ളാഹു ഇന്തിഖാമാണ്, പ്രതികാരം ചെയ്യുന്നവനാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ മാപ്പിളാരുടെ ഇടയിലുണ്ട് ഒരു വിചാരം, മാപ്പിളാരിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്താലും അവസാനം പിടിച്ച് സ്വർഗത്തിലുള്ളൂ. മഹാതോന്യാസമൊക്കെ ചെയ്താൽ ഒന്ന് നരകത്തിൽ മുക്കി എടുത്തിട്ട് സ്വർഗത്തിൽ തന്നെ. അവസാനം നമ്മളെല്ലാരും ഉമ്മത്തീങ്ങളൊക്കെ സ്വർഗത്തിലേക്കുന്നില്ല. അടിസ്ഥാന വിശ്വാസങ്ങളിൽ പിഴവ് പറ്റാതിരുന്നെങ്കിൽ മാത്രമേ അള്ളാഹു സ്വർഗം തരുമെന്ന് ഏറ്റിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹുവിന്റെ തന്നെ പരിചയപ്പെടുത്തിയ അള്ളാഹിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് ചോദിച്ചാൽ അദിലാണ്, നീതി എന്നതാണ്. അപ്പോ വളരെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത ഒരു മനുഷ്യനോട് അള്ളാഹു കാണിക്കുന്ന അതേ വികാരമാണ് തോന്നിവാസം ചെയ്തവനോടും കാണിക്കുന്നതെങ്കിൽ അള്ളാഹു എങ്ങനെ നീതിമാനാകുക? അങ്ങനെയാവോ? ഒരു കയ്യബദ്ധം പറ്റി ഒരാള് കൊല്ലപ്പെട്ടാൽ മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചു പോയ ഒരു കൊല പോലെയാണോ ഒരാളെ മരുന്ന് കുത്തിവെച്ച് കൊന്നിട്ട് അതിനെ പിന്നെ പീസാക്കി ഉള്ള ബോഡി എല്ലാം കൂടി വാട്ടർ ടാങ്കിൽ ഇട്ട ഒരാളോട്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിലെന്ത് നീതിബോധം ഉള്ളത്? പിന്നെ വല്ല നിയമവ്യവസ്ഥക്കും വല്ല സാധ്യതയുണ്ടോ? ഒരുത്തന് മോഷണം നടത്താൻ പുരയെ കയറി, തടുക്കാൻ ചേർന്ന പുരയിലെ പാവപ്പെട്ട വീട്ടമ്മനെ അവിടെയുള്ള അമ്മിക്കുട്ടിയെ വരല്ലോ ഒലക്ക എന്തോ തലക്കടിച്ച് കൊന്ന് കയ്യാമ്മ വെച്ച് കൊണ്ടുപോകുമ്പോ നമ്മൾ പറയാണ്, ഓൻ ജീവിക്കാൻ പകല്ലാണ്ട് ഒരു വാതിലുത്തി തുറന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ തടുക്കാൻ വന്ന ആ താത്തനെ പറഞ്ഞത് ഒന്ന് വെടിവെച്ചു കൊന്നു പറഞ്ഞില്ലേ? ഒന്ന് എങ്ങനെ വെടിവെച്ചു പറഞ്ഞ് ഒരു ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ മാതിരി ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചപ്പോ അങ്ങ് വെച്ചുപോയി. പക്ഷെ ഈ മനുഷ്യനെ നിങ്ങള് ക്യാപിറ്റൽ പണിഷ്മെന്റ്, ആ വാക്കും ഇപ്പം വളരെ പ്രചാരം സിദ്ധിച്ച വാക്കാണ്. അങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒക്കെ കൊടുത്താലേ എങ്ങനെ? ഓന് കുട്ടികളൊക്കെ ഉള്ളതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ കുട്ടികളൊക്കെ കാര്യം എന്താവും? ഏത് കുട്ടികളുടെ കാര്യം? കൊന്നോന്റെ, കൊല്ലപ്പെട്ടവന് കുട്ടികൾക്ക് ഓന് ജീവിതല്ലേ? അപ്പൊ ഈ കുറ്റവാളികൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാരും കൂടി പിരിവെടുത്ത് ഓനെ കഴിച്ചിലാക്കിയാല് പിന്നെ ഈ കുറ്റവാളികൾക്ക് എന്താ ഒരു പാഠം? ഖിസാസിൽ ഹയാത്തുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ
പ്രതിക്രിയ ചെയ്യുന്നിടത്ത് സമൂഹത്തിന് ജീവിതമുണ്ട്. കാരണം എന്താണ്? പിന്നെ കുറ്റകൃത്യം ചെയ്യാൻ പോകുമ്പോൾ ആലോചിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്താൽ ഇതിൻ്റെതായ പ്രശ്നമുണ്ട് എന്ന് സമൂഹത്തിന് മനസ്സിലാവുകയും കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഇവിടെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നുകയില്ല, ഒരാളെയും ശിക്ഷിക്കാനും കഴിയുകയില്ല. കാരണം ശിക്ഷിക്കുമ്പോഴേക്കും എല്ലാവരും കൂടി എന്തായി ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അത് നീതിയല്ല. നീതി എന്ന് പറയുന്ന ഒരു സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്തായാലും മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ മിസ്കാല ദർറത്തിൻ ശർറൻ യറ എന്നാണ്. അള്ളാഹു കാരുണ്യവാനാണ്, പുറത്തു തരും, തൗബ ചെയ്യാൻ ഏറ്റവും കൂടുതൽ തൗബ സ്വീകരിക്കും. നിങ്ങൾ 100 ആളെ 99 ആളെ കൊന്നാലും തൗബ ഉണ്ട്, നന്നാവാനുള്ള അവസരമുണ്ട്, അതിലൊന്നും തർക്കമില്ല. അതിലൊക്കെ അള്ളാഹു പരമാവധിയാണ്. പക്ഷെ അത് പരമാവധി ആവുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹുവിൻ്റെയും അർഹിക്കുന്നതായ ശിക്ഷയും നൽകും. അത് നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. അങ്ങനെയാണ് അള്ളാഹു നിയമവ്യവസ്ഥ പഠിപ്പിക്കുന്നത്. അള്ളാഹു പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചാണ് അത് പറയുന്നതെങ്കിൽ പ്രതികാരം ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അള്ളാഹുവിന് അതിനുള്ള അവകാശമുണ്ട്. കാരണം മനുഷ്യന് നന്നാവാൻ അള്ളാഹു താല എന്തെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തന്നിട്ടുള്ളത്, എത്രയെത്ര അനുഗ്രഹങ്ങളാണ് തന്നത്, തിരുത്താൻ എത്ര സാഹചര്യമാണ് ഉണ്ടായത്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട എൻ്റെ അടിമകളെ, നിങ്ങൾ നന്നായിക്കോളൂ എന്ന് എത്ര തവണയാണ് പറഞ്ഞത്. എന്നിട്ടൊക്കെ വീണ്ടും തോന്നിവാസവും ധിക്കാരവും കളിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അള്ളാഹു പ്രതാപിയാണ്, ഇസ്സത്തുള്ളവനാണ്, അള്ളാഹു പ്രതികാരം ചെയ്യുന്നവനുമാണ്. ഇനി അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ള ഒരു സാധനവും അള്ളാഹുവിന് മറഞ്ഞതല്ല, നമ്മക്ക് മറഞ്ഞതാണ്. നമുക്ക് മറിയാൻ അതിനകത്തൊന്നും പോണ്ട. ഇങ്ങനെ വെച്ചാൽ ദുനിയാവ് മൊത്തം മറിഞ്ഞു. നമുക്ക് 2 ചെറിയ പ്രദേശം, 2 കൺപോളകൾ അല്ലെ, ഒരു പിടി മണൽ നമ്മളെ കണ്ണു പോയാൽ ദുനിയാവ് മൊത്തം ഇരുട്ടായി. നമുക്ക് ഇത്ര ഉള്ളൂ നമ്മളെ കാര്യം. ഒരു തരി മണൽ എങ്ങാനും കണ്ണിൽ പോയാൽ മതി, പിന്നെ കണ്ണ് തുറക്കാൻ കഴിയില്ല, പിന്നെ ദുനിയാവ് മൊത്തം നമുക്ക് മറഞ്ഞതാണ്. ഇത്ര നിസ്സാരണ മനുഷ്യൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാം തെളിഞ്ഞിരിക്കുന്നതാണ്, മറഞ്ഞതായിട്ടൊരു സാധനമില്ല. ചിലപ്പോ ചില ആൾക്കാർക്ക് തോന്നും അള്ളാഹ് വലിയവനാണല്ലോ, അപ്പൊ വലിയ വലിയ കാര്യങ്ങളാണ് അള്ളാഹ് ശ്രദ്ധിക്കുള്ളൂ. ഞാനിപ്പോ ഓനൊന്ന് കൊഞ്ഞനം കാട്ടിയതോ ഒന്ന് കണ്ണുറുക്കി കാണിച്ചതോ അതൊന്നും ഇപ്പൊ അള്ളാഹ് നോക്കാൻ പോയില്ല. അങ്ങനല്ല. നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടം, നിങ്ങളുടെ മനസ്സിൽ അല്ലെ ഒളിപ്പിച്ചു വെച്ചത്, ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാന്നല്ല പറയുന്നു. അപ്പൊ ഒരു വലിയ ലക്ഷക്കണക്കിന് ആള് കൂടിയ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ ഒരാളെ മക്കാറാക്കാൻ വേണ്ടി വേറെ ഒരാളെ തോണ്ടിയാൽ അള്ളാഹു അത് കാണും, അത് രേഖപ്പെടുത്തും. കാരണം അള്ളാഹുവിന്റെ നീതി എന്ന് പറഞ്ഞാൽ അപാരമാണ്. നമ്മൾ പലപ്പോഴും കുട്ടികളുടെ ഇടയിൽ പോലും അങ്ങനെ നീതി കാണിക്കൂല. നമുക്കൊരു കുട്ടീനോട് ചിലപ്പോൾ പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പോ മറ്റോൻ എങ്ങനെ ഇടങ്ങാറാക്കി ഉണ്ടാവും, ഉള്ളി ഉണ്ടാവും, കുത്തി ഉണ്ടാവും. അപ്പൊ മറ്റോ വന്ന് പരാതരും, ആ സാലടാ. തിരിച്ചാണെങ്കിലോ നമ്മൾ ചോദ്യം ചെയ്യും. ഈ കുട്ടി ഇതിന്റെ വമ്പിച്ച വിവേചനം അനുഭവിക്കുന്നുണ്ടാവും. അവസാനം പിന്നെ ഇവൻ പരാതി പറയൂല. കാരണം വാപ്പനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, വാപ്പ അത് മൈൻഡ് ആക്കൂല എന്ന് വിചാരിക്കും. പിന്നെ ഓനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യും. അപ്പൊ നമ്മൾ ഓനെതിരാവുകയും ചെയ്യും. എങ്ങനെയുടെ ഓനെ കാട്ടുമെന്ന് വെച്ചിട്ട്. അള്ളാഹു അങ്ങനല്ല. അള്ളാഹുവിന് എല്ലാ പടപ്പുകളോടും ഒരേ ബന്ധമാണ്. വലക്കത് കറംനാ ബനീ ആദം, എല്ലാവരെയും ആദരിച്ചിരിക്കും. അപ്പൊ നീതി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതൊരു നോട്ടം കൊണ്ടാണെങ്കിലും, ഒരു കണ്ണിമ വെട്ടിക്കൊണ്ടാണെങ്കിലും, ഒരു വിരൽ ചൂണ്ടിക്കൊണ്ടാണെങ്കിലും, ഒന്ന് ചുണ്ടനക്കൊണ്ടാണ്, എങ്ങനെ ചെയ്താലും അള്ളാഹു അത് കാണും, അത് കൈകാര്യം ചെയ്യും. നിങ്ങൾ അറിഞ്ഞിരിക്കുക, അള്ളാഹുവിന്റെ മുന്നിൽ
ഒരു മറയും ഇല്ല, ഒന്നും. ഈ ഒരു ബോധം ശരിക്കും ഈ ഒരൊറ്റ ആയത്ത് മതി മനുഷ്യൻ നന്നാവാൻ. ഒറ്റ ആയത്ത്. അള്ളാഹുവിന്റെ മുമ്പിൽ ആകാശത്തും ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ അഖിലം, ആകാശത്ത് ഭൂമിയിൽ, ഇങ്ങനെ രണ്ട് സ്ഥലത്തെ കുറിച്ചല്ല. ആകാശത്തും ഇല്ല ഭൂമിയിലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എവിടെയില്ല എന്നാണ്. ആ പെട്രോൾ പമ്പ് നേരം വെളുക്കോളും തുറന്നു വെക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നേരം വെളുക്കാൻ കത്തിക്ക കൂട്ടാനാ ആണോ? നേരം വെളുക്കണേ തുറന്നു വെക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കൂട്ടൂല, എല്ലാ സമയത്തും തുറന്നു വെക്കും. കാരണം നേരം വെളുത്ത എന്തായാലും തുറന്നു വെക്കൂ, അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ രാത്രി തുറക്കൂല്ലേ എന്നുള്ള വിഷയം. അപ്പം നമ്മൾ പറയണത് നേരം വെളുക്കോളും തുറന്നു എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത ഏതായാലും തുറക്കൂ എന്ന് പറഞ്ഞാൽ കൂട്ടലില്ല. അങ്ങനെ ഉണ്ട് ചില പ്രയോഗം. ചില റൂട്ടിലൊക്കെ നേരം വെളുക്കണേ ബസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേരം വെളുത്ത ബസ് വെക്കുന്നല്ല, നേരം വെളുത്ത ഏതായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ആകാശത്തും ഭൂമിയിലും എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഇടയിൽ ഏതോ ഒരു സ്ഥലം, അങ്ങനെ അല്ലാത്തൊരു സ്ഥലം ഉണ്ടാവുന്നല്ല. പ്രപഞ്ചം അഖിലവും എന്നാണ്. എല്ലായിടത്തും ഉള്ളത് അള്ളാഹു കാണും, ഒന്നും അവന്റെ മുമ്പിൽ മറച്ചു വെച്ചിട്ടില്ല. ഉവല്ലദീ, അവനാകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഒരു അറിവിനെ കുറിച്ച് പറഞ്ഞു. ഇനി അവന്റെ ഒരു ഇടപെടലിനെ കുറിച്ചും കൂടി പറയാണ്. ശരിക്കും പഠിച്ചവനെ. അപ്പൊ ഈ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ, അള്ളാഹ് കാണുമെന്ന ബോധം ഉണ്ടെങ്കിൽ പിന്നെ CCTV എന്തിനാണ്, അല്ലേ? അപ്പൊ പുറമേ നിന്നുള്ള കാവൽക്കാരെക്കാൾ ശക്തമാണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള കാവൽ. ആ ഉള്ളിലുള്ള കാവൽ, ഞാൻ ഒരു അരുതായ്മ ചെയ്താൽ എന്റെ റബ്ബ് കാണും. അപ്പൊ ഭാര്യ ഭർത്താവിനെ പറ്റിക്കൂല, ഭർത്താവ് ഭാര്യനെ പറ്റിക്കൂല, മക്കൾ ഉമ്മനെയും വാപ്പനെയും പറ്റിക്കൂല, ഉമ്മയും വാപ്പയും മക്കളെ പറ്റിക്കൂല. കാരണം എന്താണ്? അള്ളാഹു കാണും. ഇവിടെ ആ ബോധം മാത്രമില്ല. അതുകൊണ്ട് നമ്മൾ പറയന്നെ അറിഞ്ഞിക്ക് ആള് കാണും. അപ്പൊ ആള് കാണൂലേ കുഴപ്പമില്ല എന്നുള്ളതാണ്. ആള് കാണുക എന്നുള്ളതല്ല, അള്ള കാണും എന്ന് പറയുന്നിടത്തേക്ക് എത്തണം. അതിനെ കുറിച്ചാണ് ഈ അള്ള പറയുന്നത്. ഹുവല്ലദീ യുസബ്ബിറുക്കും ഫിൽ അർഹാം, നിങ്ങളെ രൂപപ്പെടുത്തുന്നത് അവനാണ്. എവിടെ വെച്ച്? ഗർഭാശയത്തിൽ. അവിടെ ആരുമില്ലല്ലോ. അവിടെ നിങ്ങളാക്കി ബ്യൂട്ടീഷ്യൻ ഒന്നും അല്ലല്ലോ, ആണോ? നിങ്ങളുടെ മേക്കപ്പ് മാൻ ഒന്നും അല്ലല്ലോ, അല്ല. ചില ആൾക്കാരെ മൂക്ക് നീണ്ടതായിരിക്കും. എന്റെ മൂക്ക് ലേശം നീണ്ടതാണ്, ഇതിനേക്കാൾ നീണ്ടുണ്ട് തോന്നുന്നു. നീണ്ട മൂക്ക് ഭാഗ്യം എന്നാണ് പറയുന്നത്. അത് ശരിയാണ്, എനിക്ക് തോന്നലുണ്ട്. പലയിടത്തുനിന്ന് കഴിച്ചലായി പോകുമ്പോഴേ തോന്നലുണ്ട്. അപ്പോ ഓരോരുത്തരുടെയും പ്രകൃതം വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തമായ പ്രകൃതമാണ് ഓരോ മനുഷ്യന്മാരുടെയും രൂപം, അല്ലേ? അതിന്റെ കോലം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മൊത്തത്തിൽ മനുഷ്യന്മാരുടെ കോലം ബെറ്ററാണ്. ഈ കണ്ണൊക്കെ ഇവിടെ അല്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു കോലാലോചിച്ചു, ഇങ്ങനൊന്നല്ല കണ്ണ്, വേറെ എവിടക്കോ ആണ് കണ്ണ് വിചാരിച്ചു. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ മുന്നിലുള്ളത് കാണുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നും വിരലിന്റെ അറ്റത്ത് കണ്ണായ നന്നായിരുന്നു. കാരണം ഇങ്ങനെ നോക്കാറോ, അവന് നമുക്ക് നല്ല സുഖമാണല്ലോ. അത് കഴിഞ്ഞ് ചോറുന്നായിരിക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ കണ്ണാവാഞ്ഞാ നന്നായത്. കാരണം പിന്നെ കറി വെച്ച് തിന്നാൻ കഴിയില്ലല്ലോ. തൽക്കാലം വലത്തെ കൈൻ്റെ മാത്രം പറഞ്ഞതാണ്. അപ്പൊ അള്ളാഹു ഓരോ അവയവവും ഓരോ സ്ഥലത്ത് തന്നതിന് അതിൻ്റെതായ യുക്തിയുണ്ട്. അപ്പൊ എത്ര സൗന്ദര്യത്തോടുകൂടി, എത്ര കൃത്യതയോടുകൂടി അള്ളാഹു ഓരോന്നും സൃഷ്ടിച്ചു വെച്ചു. ഈ സൃഷ്ടിപ്പിന്റെ ഘടനയും രൂപമൊക്കെ തന്നത് ഈ ഇരുട്ടറന്റെ ഉള്ളിൽ നിന്നാണ്. അവിടേക്ക് ഒരു ശുചായിക്കും പ്രവേശനമില്ല, ഒരാൾക്കും പ്രവേശനം. ആ ഗർഭാശയങ്ങൾക്കകത്ത് വെച്ച് കൈഫ യശാ, അവനുദ്ദേശിക്കുന്ന പ്രകാരമാണ് അവൻ അത് ചെയ്തത്. അപ്പൊ ചിലത് നീണ്ട ആളായിരിക്കും, ചിലത് ചുരുങ്ങിയ ആളായിരിക്കും, അല്ലെ? കുറിയ ആളായിരിക്കും, വട്ടമുഖമായിരിക്കും, നീണ്ട മുഖമായിരിക്കും, കൂർത്ത മുഖമായിരിക്കും, പല കോലത്തിലായിരിക്കും. ഏത് കോലത്തിലുള്ളവനെ കണ്ടാലും അവനെ നിങ്ങൾ ആദരിച്ചു കൊള്ളണം. കാരണം അവൻ ആ കോലം കൊടുത്തവൻ അള്ളാഹുവാണ്. നിങ്ങൾ ഒരു ചിത്രത്തെ കളിയാക്കിയാൽ അതിനെ കളിയാക്കുന്നത് ചിത്രത്തിനെ അല്ല, ചിത്രം വരച്ചവനെയാണ്, അല്ലെ? ഒരു ശില്പം മോശമാണെന്ന് പറഞ്ഞാൽ
കളിയാക്കുന്നത് ശില്പത്തെയല്ല, ശില്പിയെയാണ്. ഒരു മനുഷ്യനെ അവന്റെ രൂപം കൊണ്ട്, അവന്റെ ആകാരം കൊണ്ട്, അവന്റെ ഭംഗിയുടെ കാര്യത്തിൽ നമ്മൾ ഒരാളെ പരിഹസിച്ചാൽ, ഗർഭാശയത്തിൽ, അവന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ച് അവൻ ആ രൂപം കൊടുത്ത അള്ളാഹുവിനെയാണ് പരിഹസിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര വലിയ മാനവികതയാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു മാനവികത വേറെ പഠിപ്പിക്കാൻ പറ്റുമോ മനുഷ്യന്? അപ്പോൾ നിങ്ങൾക്ക് ഗർഭാശയങ്ങൾക്കകത്ത് വെച്ച് അവൻ ഉദ്ദേശിക്കും പ്രകാരം രൂപം നൽകുന്നവൻ അവനാകുന്നു. ഇത് ഭ്രൂണശാസ്ത്രമോ മറ്റോ പഠിപ്പിക്കാനല്ല ഖുർആൻ ഇത് പറയുന്നത്. ഖുർആനിൽ ഗോളശാസ്ത്രമുണ്ട്, ഭ്രൂണശാസ്ത്രമുണ്ട്, എല്ലാ ശാസ്ത്രവും ഉണ്ട്. പക്ഷെ ഖുർആൻ ആ ശാസ്ത്രം പഠിപ്പിക്കാനല്ല അത് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ലാ ഇലാഹ ഇല്ലാ ഹുവ. അതുകൊണ്ട് അങ്ങനെ രൂപം നൽകിയ അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. ഇങ്ങനെ രൂപം നൽകാനും ഈ ഘടനകൾ തരാനും ഒക്കെ ഒരു അള്ളയും, നിങ്ങൾ ഇലാഹാക്കാൻ വേറുള്ളവരെയും കാണുക എന്ന് പറയുന്നത് എന്തൊരു അബദ്ധമാണ് അല്ലേ? അത് നിങ്ങൾക്ക് രൂപം നൽകിയ ഇവൻ തന്നെയാണ് എന്ത് യഥാർത്ഥത്തിലുള്ള ഇലാഹ്. അൽ അസീസ്, അവൻ ഇസ്സത്തുള്ളവനാണ്. അൽ ഹക്കീം, അവൻ യുക്തിമാൻ. യുനാനി ഡോക്ടർമാരെ ഹക്കീം എന്ന് പറയും. ഒരാൾ രോഗവും കൊണ്ട് ചെന്നാൽ ആ രോഗങ്ങളൊക്കെ, ലക്ഷണങ്ങളൊക്കെ പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കി, രോഗം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ്, മരുന്ന് ഇന്നതാണെന്ന് ഊഹിച്ച്, അതിന്റെ പ്രയോഗം അങ്ങനെയാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്ന അത്രയും ഹിക്മത്ത് അയാൾ പ്രയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഹക്കീം എന്ന് പറയുന്നത്. അള്ളാഹു ഹക്കീമാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ ഘടന വളരെ യുക്തിസഹമായിട്ട് ഒന്നൊന്നിനോട് ചേരും വിധമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു ഹക്കീമല്ല, അൽ ഹക്കീമാണ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മോസ്റ്റ് ലെവലിലെത്തി. അങ്ങനെയാണ്. ഇനി ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ വൈകല്യത്തോടു കൂടിയാണ് പടക്കപ്പെട്ടതെങ്കിൽ അതിനു പിന്നിലും യുക്തിയുണ്ട്. അധികം ദീർഘിപ്പിക്കാതെ ഞാൻ പറയാം. ഒന്ന്, ലഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ്, മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കൊണ്ടാണ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സംഭവിച്ച വൈകല്യം ഒന്നുകിൽ മാതാപിതാക്കളുടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളുടെ, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്ത വ്യക്തിയുടെ, അല്ലെങ്കിൽ മരുന്നുണ്ടാക്കിയ കമ്പനിയുടെ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർത്ത മായത്തിന്റെ, അതല്ലെങ്കിൽ ഏതോ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. വത്തഖു ഫിത്നത്തുൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ കുറ്റം ചെയ്തവരെ മാത്രം ബാധിക്കുന്നതല്ലാത്ത വിപത്തിനെ സൂക്ഷിക്കണമെന്നാണ്. ചിലപ്പോൾ മാതാപിതാക്കൾ നിരപരാധികളാണ്, ബന്ധുക്കൾ നിരപരാധികളാണ്, പക്ഷേ ഈ സമൂഹത്തിൽ ആരോ ചെയ്ത, അതുകൊണ്ടാണല്ലോ ഈ എൻഡോസൾഫാൻ ബാധിച്ചിടത്തുള്ള കുട്ടികളൊക്കെ ഘടന തെറ്റി ജനിച്ചത്. ആ മാതാപിതാക്കളല്ല കുറ്റം ചെയ്തത്, വേറുള്ളവരാണ്. ആ ചെയ്തതിന്റെ ഫലം പക്ഷേ വേറെ കിട്ടും. ഇങ്ങനെ മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഈ ഘടനാമാറ്റത്തോടെ സൃഷ്ടിക്കപ്പെടുന്നത്. രണ്ട്, അങ്ങനെയുള്ള ചില സൃഷ്ടികളെ കാണുമ്പോഴാണല്ലോ സൃഷ്ടിപ്പിന്റെ പൂർണ്ണതയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നത്. കണ്ണില്ലാത്ത ഒരാളെ കാണുമ്പോഴാണല്ലോ കണ്ണിനെ കുറിച്ച് നമുക്ക് ശരിയായി മനസ്സിലാവുന്നു. കാലില്ലാത്ത ഒരാളെ കാണുമ്പോഴാണ് കാലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നു. മൂന്നാമത്തത്, ആരുടെ പ്രവർത്തന ഫലമായാണ് ഇത് സംഭവിക്കുന്നതെങ്കിലും ഇതിന് ഇരയാക്കപ്പെട്ടവർക്ക് റബ്ബ് നൽകുന്ന വലിയ ഒരു അംഗീകാരം, ഒരു സ്ഥാനവും ഉണ്ട്. അവന് ബാധ്യതകൾ അത്രയും ഉണ്ടാവുകയില്ല എന്നതാണ്. കണ്ണുള്ളവന്റെ ബാധ്യത കണ്ണില്ലാത്തവനില്ല, കാതുള്ളവന്റെ ബാധ്യത കാതില്ലാത്തവനില്ല, കൈകാലുകളുള്ളവന്റെ ബാധ്യത കൈകാലുകളില്ലാത്തവർക്ക് ഇല്ല, ബുദ്ധിയുള്ളവന്റെ ബാധ്യത ബുദ്ധിയില്ലാത്തവർക്കില്ല. അപ്പൊ അങ്ങനെ കുറെ ഘടകങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും പൊതുവിൽ നിങ്ങളെ രൂപപ്പെടുത്തിയത്, ഗർഭാശയങ്ങളിൽ അവനിച്ഛിക്കുന്ന വിധം രൂപപ്പെടുത്തിയത് അള്ളാഹുവാണ്. ലാ ഇലാഹ ഇല്ലാഹുൽ അസീസുൽ ഹകീം, യുക്തിമാനും പ്രതാപിയുമായ അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
രോഗം കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണോ അത്? അപ്പോ അത് ശിഫയാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അവരുടെ രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ഖൈറായത് എന്താണ് എന്ന് അള്ളാഹുവിന് അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു പ്രയാസവും ബാക്കി വെക്കാത്ത രീതിയിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ആനോട്ടയിൽ അഹമ്മദ് കോയ, ആഷിമിന്റെ അമ്മോൻ, നേരത്തെ കക്കോടിയിലായിരുന്നു താമസം. അദ്ദേഹത്തിന് മരണം ആർക്കെങ്കിലും മനസ്സിലായോ? എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിയാ. ഓക്കെ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു വിചാരണ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിന് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾക്കിടയിലുള്ള രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾ അനുഭവിക്കുന്ന വേദനയുടെ പ്രയാസങ്ങളുടെ പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓപ്പറേഷനൊക്കെ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾക്ക് അത് ഏറ്റവും സക്സസ് ആയ രീതിയിൽ തകരാറുകൾ ഏതുമില്ലാതെ നിലയിൽ അത്തരം പ്രയാസങ്ങൾ അതിജയിക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.